ഈ ഹാസ്യ കൈരളി എന്ന് പറയുന്ന മാഗസീനുണ്ട്, രാഷ്ട്രീയ ഇതൊക്കെ നർമ്മം കലർത്തി പറയുന്ന ഒരു മാഗസീനാണ്. അത് പണ്ട് മുതലുള്ളതാണ്. അതിലൊക്കെ വായിച്ചിട്ടുള്ളൊരു ലേഖനം പോലത്തെ ഒരു 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 ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഇടയ്ക്ക് ഇന്നലെ കാണുകയുണ്ടായി. അതിൽ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ടെന്നാണ്. ആ മാർച്ചിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് പറയാമോ? ഈ ഒരു തമാശ പോലെ തന്നെ കാണാം. അതായത് ഷാജൻ സ്കറിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിലും അത് വളരെയധികം തമാശ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് LDFിൻ്റെ പ്രതിഷേധ ധർണ. അപ്പോൾ അത് ഈ കാര്യപരിപാടി നോട്ടീസാണ് വായിക്കുന്നത്. പ്രാർത്ഥന ജോസ് തെറ്റയിൽ, മുൻ മന്ത്രി ജോസ് തെറ്റേലിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മകൻ കെട്ടാനിരുന്ന പെണ്ണുമായിട്ട്. അതെ അതെ അതെ. അപ്പോൾ അത് പ്രാർത്ഥന ആണ് പുള്ളി ചൊല്ലുന്നത്. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ സ്വാഗതം കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ്. അപ്പോൾ ഓഡിയോ അത് റെയിൻകോട്ട് ഒക്കെ വേണ്ടി വരും. ഇപ്പൊ മഴയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ അധ്യക്ഷൻ KB ഗണേഷ് കുമാർ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് എവിടെ ഉണ്ടെങ്കിലും ഓടിച്ചിട്ട് പിടിക്കും. ആ രീതിയിലുള്ളൊരിതാണ്. പിന്നെ ഉദ്ഘാടനം AK ശശീന്ദ്രൻ. അത് നമുക്കറിയാലോ, പൂച്ചക്കുട്ടി ഒക്കെ ആയിട്ടുള്ള ബഹുവനം മന്ത്രി, അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയാണ്. ഓഡിയോ ക്ലിപ്പാണ്. പിന്നെ മുഖ്യ പ്രഭാഷണം ഡോക്ടർ തോമസ് ഐസക്. അത് വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ്. വിഷയം മൂന്നാറും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളും. പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, പ്രതിഷേധ കോഴി പറത്തൽ. അത് മുകേഷ് MLA ആണ്. അത് നല്ലൊരു ദൗത്യമാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രാവ് പറത്തുന്ന പോലെ അല്ലേ? അതെ, കോഴിയെ പറപ്പിക്കൽ. അടുത്ത ചുട്ട കോഴിയെ പറപ്പിക്കലാണോ അതറിയാൻ വയ്യ. അത് കഴിഞ്ഞ് ആശംസകൾ സർവശ്രീ P ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. പിന്നെ PK ശശി, KTDFC ചെയർപേഴ്സൺ. അതോടൊപ്പം തന്നെ ഗോപി കോട്ടമുറിക്കൽ, കേരള ബാങ്ക് ചെയർമാൻ. CM രവീന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി. പിന്നെ സദാചാര ബോധവൽക്കരണ സന്ദേശമുണ്ട്. അത് സർവശ്രീ BS യെദ്യൂരപ്പയുണ്ട്. അപ്പോൾ BJP ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ NDA ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ബ്രിജ്ഭൂഷൺ ഉണ്ട്, പ്രജ്വൽ രേവണ്ണയുണ്ട്. രേവണ്ണയ്ക്ക് പങ്കെടുക്കാൻ പറ്റൂല, അതാണ്. അതിനിപ്പോ ചിലപ്പോ പരോള ജാമ്യം അങ്ങനെ അനുവദിച്ച്. DYFI നേതാവ് വൈശാഖനും ഉണ്ട്. പിന്നെ നന്ദി മാർഷോ SFI സംസ്ഥാന ലീഡർ. അപ്പൊ അത്തരത്തിൽ ഒരു നല്ലൊരു പ്രതിഷേധ ധർണയായിരിക്കും. ഇത്തരത്തിലൊരു ധർണ സംഘടിപ്പിച്ചാൽ അത് വൻ വിജയമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാം വളരെ യോഗ്യരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആരെയും വിട്ടുപോയിട്ടുമില്ല. ആരെയും മറന്നതായിട്ട് ഓർക്കുന്നില്ലല്ലോ. ആരെയും വിട്ടുപോയിട്ടോന്ന് വെച്ചാൽ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റിനെയൊക്കെ മുഖ്യ അതിഥികളായിട്ട് ക്ഷണിക്കേണ്ടതായിട്ട്. അല്ല, ഇതിപ്പം LDFിന്റെ അല്ല, ഈ BJP വിളിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ധർണ. ക്ഷമിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള. അതുകൊണ്ട് അവരെ വിളിക്കാൻ പറ്റില്ലല്ലോ, അവർ വരികയില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ഏതായാലും വളരെയധികം ഒരു യോഗ്യരായിട്ടുള്ള ആളുകളെ തിരത്തിക്കൊണ്ടുള്ള ഒരു ധർണയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ, ജോസ് തെറ്റിയിലാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും KB ഗണേഷ് കുമാർ ആണെങ്കിലും AK ശശീന്ദ്രൻ ആണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും അതോടൊപ്പം തന്നെ മുകേഷ് MLA ആണെങ്കിലും ഇതിലൊരു കാര്യപരിപാടിക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? അപ്പൊ ഒരു വേടന്റെ ഗാനമേളയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അതെ അതെ അതെ, വേടന്റെ ഒരു ഗാനമേള കൂടി ഇത് വെക്കായിരുന്നു. ശരിയാ, ഇതൊരു കലാപരിപാടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിഷേധ ഗാനമേള എന്ന രീതിയിൽ വേടൻ ഇതിന്റെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുമല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ കോഴിയൊക്കെ വെച്ചിട്ടൊരു പാട്ട് വേടന്. പിന്നെ കോഴിയല്ല, കോഴി എന്ന് പറയാൻ പറ്റില്ല വേടന്. അതെ അതെ, അതാ പറഞ്ഞ ഇപ്പൊ കോഴിയെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു പാട്ട് വേടൻ ഉണ്ടാക്കാൻ പറ്റും. വരുന്നു കോഴി എന്നൊക്കെ പറഞ്ഞോണ്ടേ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റും. വേടന്റെ പാട്ടുകളൊക്കെ ഒരു പ്രത്യേക ശൈലിയിലുള്ളതാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ളൊരു പാട്ട് കൂടി അതിന്റെ കൂടെ ഒരു കലാപരിപാടിയായി വെച്ച് കഴിഞ്ഞാൽ സംഭവം കൊഴുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇത്രയധികം ഊറ്റം കൊള്ളുന്ന നേതാക്കളുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു LDFിൻ്റെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ യോഗ്യതയെ സംബന്ധിച്ചുള്ളൊരു സംഭവമാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. കാരണം ഇത്രയും പേർ ഒറ്റക്കെട്ടായി അവിടെ ഉണ്ട്. അപ്പോൾ ഒന്നും രണ്ടും അല്ല, ഒരു 10-15ഓളം പേർ അടങ്ങുന്ന, പണ്ട് പറയുമല്ലോ ഒരു അംബാസഡർ കാറ് വിളിച്ച് പോകാനുള്ള ആളെ ഉള്ളെന്ന് ഓരോ പാർട്ടിയെ പറ്റി. പക്ഷെ ഇതിലിപ്പം ശരിക്കും പറഞ്ഞ ഒരു ട്രാവലർ വിളിക്കേണ്ടി വരും. ഇപ്പം കോൺഗ്രസിനാണെങ്കിൽ ഒരു ചെറിയ ടാക്സിക്കകത്ത് പോകാനുള്ളവരേ ഉള്ളൂ. ഇതിപ്പം ട്രാവലറിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സായാലും നല്ലതാവാൻ സാധ്യതയുണ്ട്. ഇനിയും കുറേ പേരൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒരു സദാചാര ബോധവൽക്കരണ സന്ദേശം ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, ഹൊസങ്കടി മുതൽ
അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പാറശാല വരെ ഒരു യാത്രയും വേണമെങ്കിൽ സംഘടിപ്പിക്കാം, തുറന്ന ജീപ്പിലേക്ക്. അതായത് ഇവർക്ക് ഈ ബോധവൽക്കരണവും ചെയ്യാമല്ലോ, റോഡ് ഷോ പോലെ ബോധവൽക്കരണമൊക്കെ നടത്തി പോവാം. കാരണം ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇപ്പൊ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് ഒരു ബോധവൽക്കരണം, ഒരു റോഡ് ഷോ ഒക്കെ ആണെങ്കിൽ ഷെറിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായി ആള് കൂടും. ഗണേഷ് കുമാറും എല്ലാം ഉണ്ടല്ലോ, അപ്പൊ അവരെല്ലാരും കൂടെ ആകുമ്പോൾ നല്ല. ഇപ്പൊ മറ്റേ KSRTCയുടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഗണേശൻ ടീം പോകുന്നത് പോലെ വേണമെങ്കിൽ അത്തരത്തിലൊരു KSRTCയുടെ വണ്ടി തന്നെ വേണമെങ്കിൽ, തുറന്ന ബസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലിരുന്ന് ഇവരെല്ലാവരും കൂടെ പോയി ഒരു ബോധവൽക്കരണ സന്ദേശം ഓരോ സ്ഥലത്ത് ഇറങ്ങി ഓരോ കേന്ദ്രങ്ങൾ, ഒരു ജില്ലയിൽ 2-3 കേന്ദ്രങ്ങൾ കൊടുത്തിട്ട് അവിടെ കുറെ സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് ഒക്കെ എടുക്കാനും പറ്റും. ഇവരുടെ വകയായിട്ടേ ക്ലാസ് എടുക്കാൻ ശശിയൊക്കെ വളരെ മിടുക്കനാന്നാണ് കേട്ടിട്ടുള്ളത്, CM രവീന്ദ്രൻ. അപ്പൊ അവരെയൊക്കെ കൊണ്ട് നല്ലൊരു ക്ലാസ് ഒക്കെ എടുപ്പിക്കാം. ശശീന്ദ്രൻ പിന്നെ ക്ലാസ്സിൽ അത്ര എങ്ങനെയാണ് തീവ്രത കുറഞ്ഞ രീതിയിൽ അങ്ങനെ തീവ്രത സംബന്ധിച്ച്, പീഡനത്തിന്റെ തീവ്രത സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഈ പീഡനത്തിന് ഒരുപാട് തീവ്രതയില്ലായ്മയും ഉണ്ടല്ലോ, അത് പഠിക്കണം. കാരണം നമ്മൾ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നൊക്കെ പറയുന്ന പോലെ തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം, ഇനി അത് നിയമത്തിലൊക്കെ പുതിയ വകുപ്പുകളും ഒക്കെ കൊണ്ടുവരാം. ഇപ്പൊ നമ്മൾ ഒരു ബലാത്സംഗത്തിന് ജീവപര്യന്തമാണെങ്കിൽ പീഡനത്തിന് ഒരു 10 വർഷം, അതാണ് തീവ്രത കുറഞ്ഞതാണെങ്കിൽ ഒരു 5 വർഷം, ഏറ്റവും തീവ്രത കുറഞ്ഞതാണെങ്കിൽ 1 വർഷം, പിന്നെ അതിലും തീവ്രത കുറഞ്ഞതാണെങ്കിൽ നല്ല നടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കാവുന്ന, ഇപ്പൊ വാഹനത്തിന്റെയൊക്കെ പിഴ പോലെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാവുന്നൊരു സാധനമുണ്ട്. പിന്നെ ഈ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹമൊക്കെ വളരെ വിദഗ്ധനായ വ്യക്തിയാണ്. അപ്പോൾ ഇതിപ്പോ ഏതായാലും വളരെ നല്ലൊരു ബോധവൽക്കരണ സദാചാര സന്ദേശം നൽകാൻ പറ്റിയൊരു ടീമായിട്ട് പോകാൻ കഴിയും. അത് കോൺഗ്രസിനും വലിയൊരു അടിയാവും. കാരണം ഇത്രയും ആളുകളെ നിരത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ കോൺഗ്രസ് അവസാനം പറയുന്നത് ഓക്കെ, ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാം, കാരണം ഇത്രയും യോഗ്യരായ മുകേഷിന്റെ കോഴി പറപ്പിക്കലായിരിക്കും കോൺഗ്രസ് സമ്മതം. അതെ, കോഴി ചിലപ്പോ ഇനി ആ പറന്നു പോകുന്ന കോഴി പിന്നെ ഭൂമിയിൽ ഇറങ്ങാൻ പോലും സാധ്യത കുറവായിരിക്കില്ല. കാരണം ആ രീതിയിൽ അങ്ങ് പോകും. അത് ചിലപ്പോൾ അങ്ങനെയുള്ള സാധ്യത ഉള്ള ഇതുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ നന്ദി പറയുന്നതും എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ധർണ തന്നെ ആയിരിക്കും ഇത്. CPM-നും LDF-നും മികച്ച ധർണ ആയിരിക്കും.